ഓസ്ട്രേലിയക്കെതിരായ പിങ്ക് ബോൾ ടെസ്റ്റിൽ ആദ്യ ദിനം വലിയൊരു ബാറ്റിംഗ് തകർച്ചയാണ് ടീം ഇന്ത്യക്ക് നേരിടേണ്ടി വന്നത്. ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും അതുപോലെ ശുഭ്മാൻ ഗില്ലുമൊക്കെ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിലും പ്രതീക്ഷിച്ചൊരു ഫലം ഈ ടെസ്റ്റിൽ ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യക്ക് ഉണ്ടായില്ല എന്ന് തന്നെ വേണം പറയാൻ. ഓസ്ട്രേലിയക്കെതിരായ അഡ്ലൈഡ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ 180 റൺസിനാണ് ആദ്യ ഇന്നിംഗ്സിൽ ഓൾ ഔട്ട് ആയത്. മിച്ചൽ സ്റ്റാർക്ക് അദ്ദേഹം 6 വിക്കറ്റുമായി മിന്നും പ്രകടനം നടത്തിയപ്പോൾ 44.1 ഓവറിലാണ് ഇന്ത്യയുടെ ആദ്യ ഇന്നിംഗ്സ് അവസാനിച്ചത്. നിതീഷ് കുമാർ റെഡ്ഡി എന്ന ബോളണ്ടിനെയൊക്കെ റിവേഴ്സ് സ്വീപ്പ് 6 അടിക്കാൻ മാത്രം ധൈര്യമുള്ളൊരു മധ്യനിര ബാറ്ററുടെ ഫിയർലെസ്നെസ് മാത്രമാണ് ഈ ഇന്ത്യൻ ഇന്നിംഗ്സിന്റെ പോസിറ്റീവ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. മറ്റുള്ള ബാറ്റർമാരെല്ലാം നിരാശപ്പെടുത്തിയപ്പോൾ ഇന്ത്യയുടെ ഏക രക്ഷകനായി മാറിയത് റെഡ്ഡിയാണ്. ശരിക്കും ഈ ടെസ്റ്റിന് ഓസീസ് ഇറങ്ങിയത് നന്നായി തന്നെ ഗൃഹപാഠം പഠിച്ചു തന്നെയായിരുന്നു എന്ന് വേണം കരുതാൻ. ചില പ്രതികാരങ്ങൾ തീർക്കാൻ അവർക്കുണ്ടായിരുന്നു. പെർത്തിലെ ആദ്യ ടെസ്റ്റിൽ തന്നെ സ്ലെഡ്ജ് ചെയ്ത ഇന്ത്യൻ ഓപ്പണറായ യശസ്വി ജയ്സ്വാളിന് അഡലേഡിലെ ആദ്യ പന്തിൽ തന്നെ മറുപടി കൊടുത്ത ഓസീസ് പേസറായ മിച്ചൽ സ്റ്റാർക്കിൽ തുടങ്ങുന്നു ഓസീസ് ആദ്യ ടെസ്റ്റിലെ പരാജയത്തിൽ നിന്നും എത്രത്തോളം ഈ ടെസ്റ്റിന് എത്തുമ്പോൾ ഗൃഹപാഠം ചെയ്തിട്ടുണ്ടെന്ന ആ ഒരു വിജയം ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഗൃഹപാഠം ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ. ഓപ്പൺ ചെയ്യാനെത്തിയ ഇന്ത്യൻ താരത്തെ ആദ്യ പന്തിൽ തന്നെ LBWയിൽ കുരുക്കുകയായിരുന്നു മിച്ചൽ സ്റ്റാർക്ക്. നമുക്കറിയാം, കഴിഞ്ഞ പെർത്ത് ടെസ്റ്റിൽ ഏറ്റവും രസകരമായ രംഗമായിരുന്നു സ്റ്റാർക്കിനെ ജയ്സ്വാൾ സ്ലെഡ്ജ് ചെയ്ത ആ ഒരു സംഭവം. കഴിഞ്ഞ ടെസ്റ്റിൽ 17ാമത്തെ ഓവറിൽ പന്തെറിയാനെത്തിയ സ്റ്റാർക്കിനെ ബൗണ്ടറി അടിച്ചതിന് ശേഷമുള്ള അടുത്ത പന്തിൽ രണ്ടാം ഇന്നിംഗ്സിൽ ആ സമയത്ത് ബീറ്റണായ ജയ്സ്വാളിനെ നോക്കി ഓസീസ് പേസറായ മിച്ചൽ സ്റ്റാർക്ക് ചിരിച്ചിരുന്നു. എന്നാൽ തൊട്ടടുത്ത പന്ത് പ്രതിരോധിച്ച ശേഷം താങ്കൾക്ക് ഒട്ടും വേഗതയില്ല, ടു സ്ലോ, നിങ്ങളൊരു സ്ലോ ബോളാണ് എറിയുന്നത് എന്നാണ് ജയ്സ്വാൾ അന്ന് സ്റ്റാർക്കിനെ നോക്കി പറഞ്ഞത്. സ്റ്റാർക്ക് ആ സമയത്ത് ജയ്സ്വാളിനെ നോക്കി ചിരിക്കുകയായിരുന്നു. എന്നാൽ 22 വയസ്സുകാരനായ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ജയ്സ്വാൾ സ്റ്റാർക്ക് പോലെയൊരു താരത്തെ സ്ലെഡ്ജ് ചെയ്തത് ഒരിക്കലും അംഗീകരിക്കാനാവില്ലെന്നും മറുപടി നൽകണമെന്നുമൊക്കെ പറഞ്ഞുകൊണ്ട് മിച്ചൽ ജോൺസനെ പോലുള്ള മുൻ താരങ്ങൾ ആ സമയത്ത് തന്നെ രംഗത്തെത്തിയിരുന്നു. അപ്പോൾ ആ ഒരു മറുപടിയാണ് ആദ്യ പന്തിൽ തന്നെ ജയ്സ്വാളിന്റെ വിക്കറ്റ് എടുത്ത് സ്റ്റാർക്ക് ഈ ടെസ്റ്റിൽ നൽകിയത്. അപ്പോൾ ഈ ടെസ്റ്റിലേക്ക് തിരിച്ചു വരുമ്പോൾ അഡ്ലൈഡ് ക്രിക്കറ്റ് ടെസ്റ്റിൽ നിർണായക ടോസ് നേടിയത് ഇന്ത്യയായിരുന്നു. ഇന്ത്യ ബാറ്റിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. പെർത്തിലെ ആദ്യ ടെസ്റ്റ് കളിച്ച ടീമിൽ 3 മാറ്റങ്ങളുമായിട്ടാണ് ഇന്ത്യ അഡലേഡിൽ കളിക്കാൻ ഇറങ്ങിയത്. ക്യാപ്റ്റൻ രോഹിത് ശർമ്മ തിരിച്ചെത്തി, ശുഭ്മാൻ ഗിൽ തിരിച്ചെത്തി, അതുപോലെ ധ്രുവ് ജുറേലും ദേവ്ദത്ത് പടിക്കലും പ്ലേയിങ് ഇലവനിൽ നിന്നും പുറത്താവുകയും ചെയ്തു. സ്പിൻ നിരയിലാവട്ടെ വാഷിംഗ്ടൺ സുന്ദർ എന്ന ഓൾറൗണ്ടറിന് പകരം വെറ്ററൻ അനുഭവസമ്പന്നനായ രവിചന്ദ്ര അശ്വിനെ കൊണ്ടുവരികയും ചെയ്തു. ഇന്ത്യയുടെ ഈ ഒരു ആദ്യ ഇന്നിംഗ്സിലെ തകർച്ചയ്ക്ക്, അല്ലെങ്കിൽ ബാറ്റിംഗ് തകർച്ചയിൽ ഏറ്റവും കൂടുതൽ കൺസേൺ തീർച്ചയായും ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയുടെ ഈ മോശം ഫോം തന്നെയാണ്. ഓപ്പണിംഗ് വിട്ട് മധ്യനിരയിൽ എത്തിയിട്ടും രോഹിത്തിന്റെ വഞ്ചി തിരുനക്കരെ തന്നെ എന്ന ആ ഒരു അവസ്ഥയിലാണിപ്പോൾ. ഇന്ത്യൻ ഇന്നിംഗ്സിൽ ടെസ്റ്റിൽ ഫോമിലെത്താൻ കഴിഞ്ഞ കുറച്ചു കാലമായി ക്യാപ്റ്റൻ രോഹിത്തിന് കഴിയുന്നില്ല എന്ന സ്ഥിതിവിശേഷമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അദ്ദേഹത്തിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുമ്പോൾ നമുക്കത് കൃത്യമായി മനസ്സിലാവുകയും ചെയ്യും. പെർത്തിലെ കഴിഞ്ഞ ടെസ്റ്റിൽ ക്ലിക്കായ KL രാഹുൽ, യശസ്വി ജയ്സ്വാൾ ഓപ്പണിംഗ് സഖ്യത്തെ ഇന്ത്യ നിലനിർത്തിയപ്പോൾ രോഹിത് ശർമ്മ തന്റെ പഴയ പൊസിഷനിലേക്ക് 6ാം നമ്പറിലേക്ക് മാറുകയായിരുന്നു ഈ ടെസ്റ്റിൽ. 2013 ഈഡൻ ഗാർഡൻസിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ മധ്യനിര ബാറ്റ്സ്മാനായിട്ടായിരുന്നു രോഹിത്തിന്റെ ടെസ്റ്റ് അരങ്ങേറ്റമുണ്ടായിരുന്നത്. ആ മത്സരത്തിൽ ആദ്യ ഇന്നിംഗ്സിൽ തന്നെ അദ്ദേഹം 177 റൺസ് മധ്യനിരയിൽ ഇറങ്ങി നേടുകയും ചെയ്തിരുന്നു. കരിയറിന്റെ ആദ്യ 6 വർഷങ്ങളിൽ 5ാം നമ്പറിലും 6ാം നമ്പറിലും ബാറ്റ് ചെയ്ത അദ്ദേഹം 27 മത്സരങ്ങളിൽ 40 ശരാശരിയിൽ 3 സെഞ്ചുറികൾ ഉൾപ്പെടെ 1585 റൺസ് നേടിയിട്ടുണ്ട് ഈ മത്സരത്തിന് മുമ്പ്. പിന്നീട് ഓപ്പണറായി മാറിയ രോഹിത് 37 മത്സരങ്ങളിൽ 44 ശരാശരിയിൽ 2685 റൺസ് നേടിയിട്ടുണ്ട്. ഇതിൽ 9 ടെസ്റ്റ് സെഞ്ചുറികളും ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ടെസ്റ്റിൽ ഓപ്പണറായി തിളങ്ങിയ ഈ രോഹിത് 5 വർഷത്തിന് ശേഷം മധ്യനിരയിലേക്ക് തിരിച്ചെത്തിയപ്പോൾ തീർച്ചയായും ഇന്ത്യൻ നിരയിൽ ഒരു സ്ഥിരതയും ആഴവും ഒക്കെ കൊണ്ടുവരാൻ തന്നെയാണ് ലക്ഷ്യമിട്ടത്. എന്നാൽ തൻ്റെ തുടക്കകാലത്തെ ബാറ്റിംഗ് പൊസിഷനിലേക്ക് തിരികെ പോകാനുള്ള അദ്ദേഹത്തിന്റെ നീക്കം ഒട്ടും ഈ മത്സരത്തിൽ ക്ലിക്കായില്ല എന്ന് തന്നെ വേണം പറയാൻ. റണ്ണെടുക്കാൻ പാടുപെട്ട രോഹിത് 23 പന്തുകളിൽ വെറും 3 റൺസ് മാത്രം എടുത്ത് പുറത്താവുകയായിരുന്നു. അതിനുശേഷം മുതൽ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് അദ്ദേഹം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ടെസ്റ്റിൽ അദ്ദേഹം വിരമിക്കണമെന്ന ആവശ്യവും ഇപ്പോൾ ആരാധകർക്കിടയിൽ ശക്തമാണ്. ഇതിനൊപ്പം കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഹിറ്റ്മാൻ വലിയ മോശം ഫോമിലാണ് എന്ന് സൂചിപ്പിക്കുന്ന കണക്കുകളും വരുന്നുണ്ട്. രോഹിത്തിന്റെ ടെസ്റ്റിലെ കാലം കഴിഞ്ഞു എന്നും ആരാധകർ ഇപ്പോൾ വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. രോഹിത് ശർമ്മ ഈസ് ലുക്കിംഗ് ക്ലൂലെസ്, ഡീമോട്ടിവേറ്റഡ് ആൻഡ് ദ ടീം ഈസ് ലുക്കിംഗ് വെരി ഡിഫറെന്റ് ഫ്രം പെർത്ത് എന്ന് തന്നെ പറയാം അദ്ദേഹത്തിന്റെ ഈ ഒരു അവസ്ഥ കാണുമ്പോൾ. ന്യൂസിലാൻഡുമായി അവസാനം കളിച്ച 3 ടെസ്റ്റുകളിലെ പരമ്പരയിൽ 6 ഇന്നിംഗ്സുകളിൽ ഒരേ ഒരു 50 മാത്രമാണ് അദ്ദേഹത്തിന് കുറിക്കാനായിരുന്നത്. മാത്രമല്ല ആ പരമ്പരയിൽ 100 റൺസ് പോലും ഹിറ്റ്മാൻ തികക്കാൻ സാധിച്ചതുമില്ല. പിങ്ക് ബോൾ ടെസ്റ്റിൽ ലഞ്ച് ബ്രേക്കിന് 1 ഓവർ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് 6ാമനായി രോഹിത് ശർമ്മ ക്രീസിലെത്തിയത്. ശുഭ്മാൻ ഗിൽ 31 റൺസ് നേടി പുറത്തായതിനു ശേഷമായിരുന്നു രോഹിത് ക്രീസിലെത്തിയത്. എന്നാൽ ആദ്യത്തെ പന്ത് മുതൽ ഒട്ടും ആത്മവിശ്വാസത്തിലല്ല രോഹിത് കാണപ്പെട്ടത്. സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പോലും സാധിക്കാതെ അദ്ദേഹം വിയർത്തു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പലതവണ ആ സമയത്ത് അദ്ദേഹം ബീറ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. ലഞ്ച് ബ്രേക്കിന് ശേഷം 3ാമത്തെ ഓവറിൽ തന്നെ രോഹിത്തിന്റെ വിക്കറ്റ് നഷ്ടമായി. സ്കോട്ട് ബോളണ്ടിന്റെ പന്തിൽ അദ്ദേഹം വിക്കറ്റിന് മുന്നിൽ കുരുങ്ങുകയായിരുന്നു.
അപ്പോൾ സത്യത്തിൽ ടെസ്റ്റിൽ ഓപ്പണിംഗ് റോളിൽ അദ്ദേഹത്തിന് പഴയതുപോലെ തിളങ്ങാൻ കഴിയുന്നില്ല എന്നത് നമ്മൾ കഴിഞ്ഞ സീരീസിൽ അടക്കം കണ്ടതാണ്. കിവീസിനെതിരായ പരമ്പരയിൽ നമ്മൾ ഒരുപാട് പ്രാവശ്യം അതിനെക്കുറിച്ച് ചർച്ച ചെയ്തതാണ്. നമ്മുടെ തോൽവിക്ക് വലിയൊരു കാരണവും അതായിരുന്നു കഴിഞ്ഞ ടെസ്റ്റ് പരമ്പരയിൽ. ഇപ്പോൾ ഓപ്പണിംഗ് വിട്ട് 6-ാം നമ്പറിലേക്ക് മാറിയിട്ടും പ്രകടനത്തിൽ യാതൊരു വ്യത്യാസവുമില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ക്യാപ്റ്റൻസിയിൽ മാത്രമാണ് രോഹിത് ടെസ്റ്റ് ടീമിൽ തുടരുന്നത് എന്ന് വിമർശകർ ഈ സമയത്തൊക്കെയും ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. അപ്പോൾ തീർച്ചയായും രോഹിത്തിന്റെ ഫോം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കൺസേൺ തന്നെയാണ്. രോഹിത് ശർമ്മ ഫോമിലേക്ക് ഉയർന്നില്ലെങ്കിൽ ഈ ടെസ്റ്റ് പരമ്പരയിൽ തന്നെ ഇന്ത്യയെ അത് സാരമായി ബാധിക്കുമെന്നും ഉറപ്പാണ്. അപ്പോൾ ആദ്യ ദിനം ഒരു ഘട്ടത്തിൽ ഇന്ത്യ കളിയിൽ പിടിമുറുക്കുമെന്ന് തോന്നിച്ചിരുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. പക്ഷേ വെറും അരമണിക്കൂറിനുള്ളിൽ കളി മാറ്റി മറിക്കുകയായിരുന്നു കമ്മിൻസിന്റെ ഓസീസ്. 18-ാം ഓവർ കഴിയുമ്പോൾ ഇന്ത്യ ഒരു വിക്കറ്റിന് 67 എന്ന മികച്ച നിലയിലായിരുന്നു. 35 റൺസുമായി രാഹുലും 30 റൺസുമായി ആ സമയത്ത് ശുഭ്മാൻ ഗില്ലുമായിരുന്നു ക്രീസിലുണ്ടായിരുന്നത്. എന്നാൽ 19-ാമത്തെ ഓവറിൽ മിച്ചൽ സ്റ്റാർക്കിനെ കമ്മിൻസ് തിരികെ വിളിച്ചപ്പോൾ കളിയിലെ ടേണിംഗ് പോയിന്റായി അത് മാറുകയായിരുന്നു ആ ഒരു ബോളിംഗ് ചേഞ്ച്. 19-ാമത്തെ ഓവറിലെ 4-ാമത്തെ പന്തിൽ KL രാഹുലിനെ 37 റൺസ് എടുത്തു നിൽക്കുമ്പോൾ മടക്കിയ സ്റ്റാർക്ക് ഓസീസ് ടീമിന് കാത്തിരുന്ന ഒരു ബ്രേക്ക് ത്രൂ ആ സമയത്ത് സമ്മാനിക്കുകയായിരുന്നു. ഇന്ത്യയുടെ പതനം ആ സമയത്ത് തുടങ്ങുന്നതും ഇതോടുകൂടിയാണ്. സ്ലിപ്പിൽ നഥാൻ മാക്സ്വീനിയാണ് മികച്ചൊരു ക്യാച്ചിലൂടെ രാഹുലിനെ ആ സമയത്ത് മടക്കുന്നത്. തുടർന്ന് വിരാട് കോഹ്ലി ക്രീസിലെത്തുന്നു. 21-ാം ഓവറിൽ സ്റ്റാർക്ക് ഇന്ത്യക്ക് വീണ്ടും പ്രഹരം ഏൽപ്പിക്കുന്നു. അവസാനം കളിച്ച ഇന്നിംഗ്സിൽ സെഞ്ചുറി നേടി താൻ ഫോമിലാണെന്ന് തെളിയിച്ച കോഹ്ലിയെ 7 റൺസ് എടുത്ത് നിൽക്കുമ്പോൾ സ്റ്റാർക്ക് പുറത്താക്കുന്നു. രണ്ടാമത്തെ സ്ലിപ്പിൽ സ്റ്റീവ് സ്മിത്താണ് അദ്ദേഹത്തെ പിടികൂടുന്നത്. ഒരു ക്യാച്ചായിരുന്നു. ഇതോടെ ഇന്ത്യ 3-77 റൺസ് എന്ന വളരെ ദുർബലമായ നിലയിലേക്ക് മാറുകയും ചെയ്യുന്നു. അടുത്ത ഓവറിലെ ആദ്യ പന്തിൽ ഇന്ത്യക്ക് 4-ാമത്തെ വിക്കറ്റ് നഷ്ടമാവുന്നു. ക്രീസിൽ നിലയുറപ്പിച്ചു കൊണ്ടിരുന്ന ശുഭ്മാൻ ഗില്ലിനെ ബോളണ്ട് മടക്കുന്നു. പിച്ച് ചെയ്ത് സ്വിംഗ് ചെയ്ത് അകത്തേക്ക് വന്ന ആ ഒരു പന്ത് ഗില്ലിന്റെ പാഡിൽ പതിക്കുകയായിരുന്നു. അമ്പയർ LBW വിളിച്ചപ്പോൾ റിവ്യൂ ഒന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ തീരുമാനിച്ചുകൊണ്ട് ആ സമയത്ത് ഗിൽ ക്രീസ് വിടുകയായിരുന്നു. അതോടെ ഇന്ത്യ 4-81 എന്ന റൺസിലേക്ക് കൂപ്പുകുത്തി. വെറും അരമണിക്കൂറിനിടെയാണ് ഈ സംഭവങ്ങളൊക്കെയും അരങ്ങേറിയത്. വെറും 12 റൺസിനിടയിലാണ് രാഹുൽ, ഗിൽ, കോഹ്ലി എന്നിവരുടെ എല്ലാം വിക്കറ്റുകൾ ഇന്ത്യക്ക് നഷ്ടമായത്. അപ്പോൾ ഇന്ത്യയെ 6 വിക്കറ്റ് വീഴ്ത്തിയ മിച്ചൽ സ്റ്റാർക്കാണ് എറിഞ്ഞിട്ടത്. മറുപടി ബാറ്റിംഗിൽ 86 റൺസിന് 1 എന്ന നിലയിലാണ് ഓസീസ് ആദ്യ ദിനം പൂർത്തിയാക്കിയത്. അപ്പോൾ ഈ ടെസ്റ്റിന് 2-ാം ദിനം മുതൽ ഇന്ത്യക്ക് തിരിച്ചു വന്നേ പറ്റുകയുള്ളൂ. ബുംറ തന്റെ തീ തുപ്പുന്ന പന്തുകൾ എറിഞ്ഞേ പറ്റുകയുള്ളൂ. രോഹിത് ശർമ്മ ഫോമിലെത്തുകയേ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ അഡ്ലൈഡിലെ പഴയ ചരിത്രം ഇന്ത്യക്കൊരു ബാധ്യതയാണ്. 2020 നമുക്കറിയാം, അഡ്ലൈഡിൽ നടന്ന പിങ്ക് ബോൾ ടെസ്റ്റിൽ 36 റൺസിന് ഓൾ ഔട്ടായി ഇന്ത്യ നാണം കെട്ട ഒരു പരാജയം അന്ന് ഏറ്റുവാങ്ങിയിരുന്നു. അന്നത്തെ ദിവസം ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിലെ ഇരുണ്ട അധ്യായമായിട്ടാണ് അന്നത്തെ അഡ്ലൈഡ് ചരിത്രം ഇന്നും കണക്കാക്കപ്പെടുന്നത്. അന്ന് ആദ്യ ഇന്നിംഗ്സ് ലീഡ് നേടിയതിനു ശേഷമാണ് ഇന്ത്യ അടിയറവ് പറഞ്ഞത്. അന്ന് മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യൻ ക്യാപ്റ്റനായിരുന്ന വിരാട് കോഹ്ലി ആ സമയത്ത് ബാറ്റിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യ 244 റൺസാണ് എടുത്തത്. മറുപടി ബാറ്റിംഗിൽ ഓസീസിന് പ്രതീക്ഷയ്ക്കൊപ്പം ആ സമയത്ത് ബാറ്റ് വീശാൻ കഴിഞ്ഞില്ല. ക്യാപ്റ്റൻ ടിം പെയിനും ലബുഷേനും മാത്രമാണ് അല്പമെങ്കിലും അന്ന് പിടിച്ചു നിന്നത്. 73 റൺസ് എടുത്ത് പെയിനും 47 റൺസ് എടുത്ത് ലബുഷേനും അന്ന് പുറത്താവുന്നു. രവിചന്ദ്ര അശ്വിൻ 4 വിക്കറ്റ് എടുത്തുകൊണ്ട് ഓസീസിന്റെ നട്ടിലൊടിച്ചു ആദ്യ ഇന്നിംഗ്സിൽ. ഉമേഷ് യാദവും 3-ഉം ബുംറ 2 വിക്കറ്റുകളും അന്ന് വീഴ്ത്തുകയുണ്ടായി. 53 റൺസിന്റെ 1-ാം ഇന്നിംഗ്സ് ലീഡുമായി അന്ന് അഡലേഡിൽ ബാറ്റിംഗിൽ ഇറങ്ങിയ ഇന്ത്യയെ ഞെട്ടിക്കുകയായിരുന്നു കങ്കാരിപ്പട. 2-ാം ഇന്നിംഗ്സിൽ ഒരു ഇന്ത്യൻ ബാറ്ററെയും 2 അക്കം കടത്താൻ ഓസീസ് ബോളർമാർ അന്ന് അനുവദിച്ചിരുന്നില്ല. 9 റൺസ് എടുത്ത മായങ്ക് അഗർവാൾ ആയിരുന്നു അന്ന് അഡലേഡിൽ 2-ാം ഇന്നിംഗ്സിൽ ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ. ഹേസൽവുഡ് 5 വിക്കറ്റ് എടുത്ത് കൊടുങ്കാറ്റായി മാറുകയായിരുന്നു. പാറ്റ് കമ്മിൻസ് 4 വിക്കറ്റും സ്വന്തമാക്കിയതോടെ ഇന്ത്യ 36 റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു അന്ന് അഡലേഡിൽ. ഇന്ത്യ ഉയർത്തിയ 90 റൺസ് വിജയലക്ഷ്യം 2 വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി ഓസീസ് മറികടന്നതോടെ 8 വിക്കറ്റിന് ഇന്ത്യ അടിയറവ് പറയുകയായിരുന്നു അന്ന്. അപ്പോൾ ആ ഒരു ചരിത്രം തിരുത്തി കുറിക്കാൻ രോഹിത്തിനും സംഘത്തിനും വരും ദിനങ്ങളിൽ ഉണർന്ന് കളിച്ചേ മതിയാവുകയുള്ളൂ.